ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ എന്നത്തെയും പോലെയല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടി ഈ വീഡിയോയിലുണ്ട്. പിന്നെ ഇന്ന് അറബി വീട്ടിൽ നിന്ന് ഫുഡ് കുറച്ച് കുറവായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താറിൻ്റെ മെയിൻ ഐറ്റം. ഇതിനകത്ത് ചീനിയാണ്. അപ്പോൾ നമുക്ക് ഈ ചീനി ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുൻപൊക്കെ ഫ്രോസൺ ചീനിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീനി കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഇന്നത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ചീനിയെല്ലാം തപ്പിപ്പറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ചീനിയിലൂടെ കഴിക്കാനുണ്ടായിരുന്നത് മട്ടൻ കറിയാണ്. അപ്പോൾ ഇന്ന് മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയോൻ ഷെഫ് ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ മട്ടൺ എല്ലാം കുക്കറിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിന് ഞാൻ ചീനിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകുന്ന ടൈമിന് ഞാൻ സ്നാക്സിനുള്ള പരിപാടിയെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൺ റെഡിയായ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ കെട്ടിയവൻ മട്ടൻ്റെ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയ സാധനങ്ങൾ വഴറ്റുന്നത് കൂടാതെ അതിന് പുറമെ വേറെ കുറേ പച്ചക്കറികളും കൂടി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഉള്ളിക്കിനി സാമ്പാറും മട്ടൻ കറിയും തമ്മിലുള്ള റെസിപ്പി മാറിപ്പോയതാണോ എന്നറിയില്ല. എന്തായാലും കുറേ പച്ചക്കറികളും കൂടി അതിനകത്തേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. ആകെ മൊത്തം ഒരു കളർഫുൾ സാമ്പാർ കളർഫുൾ മട്ടക്കറിയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഭാഗ്യം അതിനകത്തേക്ക് മട്ടൺ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സാമ്പാറല്ല മട്ടൻ കറിയാണെന്ന് ഉറപ്പിക്കാം. ഇനി ഇതാണോ ആ മട്ടൻ സാമ്പാർ? അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ലെങ്കിലും പുള്ളിയുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചീനിയും വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഊറ്റിയെടുക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ആ അടുപ്പിൽ പകരം കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചീനി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും പിന്നെ ബാക്കി നമ്മുടെ അരപ്പും കൂടി ഇട്ട് ചീനി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കടുകും കൂടി വറുത്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചീനി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീനിയും റെഡി ആയിട്ടുണ്ട്, മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ജ്യൂസും സ്നാക്സും ആണേ. അപ്പോൾ ഇന്നൊരു 2 സ്നാക്സ് ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് ചിക്കൻ റോളും കുറച്ച് ചിക്കൻ സമൂസയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് എല്ലാം കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം രണ്ടിലും സെയിം ഫില്ലിങ്സ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും മസാലയൊക്കെ റെഡിയായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചിക്കനും കുറച്ച് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് 2 സ്നാക്സും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് നനച്ചിട്ട് അതിനകത്ത് ഈ ഫില്ലിങ്സ് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ റോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി, ഇനി റോൾസ് എല്ലാം കൂടി ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ റോൾസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ സെയിം ഫില്ലിങ്സ് വെച്ചിട്ട് തന്നെ സമൂസയും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സമൂസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ജ്യൂസാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓൾറെഡി പുഴുങ്ങി കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. പിന്നെ അതിൽ 2 സ്പൂൺ ഓട്സ് സോക്ക് ചെയ്തതും കുറച്ച് ഡേറ്റ്സ് സോക്ക് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതിന് പകരമാണ് കുറച്ച് ഓട്സ് ഇട്ടിട്ടുള്ളത്. ഇനിയും മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് നല്ല ഓറഞ്ച് കളറാണ്. ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് കുറച്ച് മാതുളം കൂടി ഒരു ലുക്കിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോൾ എല്ലാം അടുത്ത ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമൂസ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ റോൾസും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ അറബി വീട്ടിൽ നിന്നുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് 3 ഐറ്റംസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിനടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു സാധനമാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് സമൂസ ഉണ്ടായിരുന്നു. പിന്നെ ഷോർബയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കേട്ട് നോമ്പൊക്കെ മുറിച്ചു. അപ്പോൾ ഇന്ന് ആദ്യം ഡേറ്റ്സ് കഴിച്ചിട്ട് ലുക്കൈമത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തോ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മുടെ സമൂസയും റോളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ നോമ്പ് മുറിക്കാൻ ഫാത്തിക്കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കും കൊടുത്തു ഒരു സമൂസ. പുള്ളിക്കാരി കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമൂസ കഴിച്ച് ബോറടിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ടോയും കൂടി കടിച്ചു വെക്കുന്നുണ്ടായിരുന്നേ. ഇനി കഴിച്ചു വന്ന ആവേശത്തിൽ കൈ മാറിപ്പോയതാണോ എന്നും അറിയത്തില്ല.
എന്തായാലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചീനിയും മട്ടൻ കറിയാണേ. അപ്പോൾ ഇതെൻ്റെ കെട്ടിയവനും ടീംസിനും കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാവല്ലേന്ന് വിചാരിച്ച് കുറച്ച് അവർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഞ്ഞിയും ഷോർബയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ ചീനി മാത്രമല്ല കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും ചമ്മന്തിയും മാങ്ങാച്ചാറും ചീനിയും പിന്നെ കുറച്ച് ചൂരമീൻ അച്ചാറുമാണ് ഞാൻ എടുത്തത്. പിന്നെ കൂടെ ഒരു ഗ്ലാസ് കഞ്ഞിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്